ടാപ്പിയേ ആവേ ഇന്ത്യ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ്, ഇന്ന് ഉണ്ടാക്കിയതാണിത്, കുഞ്ഞിപ്പത്തിൽ. ഇതിനെന്താ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് വലുതായിപ്പോയി. 1.5 ഇഞ്ചാണ് ഇതിൻ്റെ കണക്കിട്ടോ. ഓരോന്ന് അപ്പാടങ്ങ് ഉരുട്ടിയോടല്ല മീല. ഇത് 2 ഇഞ്ച് ഉണ്ട്, ഇത് 1.5 ഉള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാ ഓരോന്ന് ഓരോ സൈസായാലും ഇങ്ങനെ റെഡിയാവും. ഇതൊരു ഇഞ്ചേ ഉള്ളൂ, ഇതൊരു ഇഞ്ചേ ഉള്ളൂ. ആ, അത് പറ്റൂ. ഇത് അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി കുഞ്ഞിപ്പത്തിൽ. എടുക്കരുതേ, കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചായ ഇങ്ങനെ ഇതാകുന്നുണ്ട്. നമ്മളെ വടകര ഏരിയയിൽ വില്യാപ്പള്ളി, നാദാപുരമൊക്കെ ഉള്ളവർ കുറേ ആൾ വീഡിയോ കാണുന്നുണ്ടല്ലോ. ആരാ ഒഴിവുള്ള ഒരു 2 ദിവസത്തേക്ക് മക്കളെ കല്യാണം എല്ലാം കഴിഞ്ഞ് മക്കളും പോയി, മോനാന്ന് ഗൾഫിലും ഇങ്ങനെ വെറുതെ ഒത്തിരിക്കുന്ന ഉമ്മമാർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. നിങ്ങൾ 2 ദിവസത്തേക്ക് വാ. വെറുതെ അല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ടയർ 10 നല്ലോണം ഉണ്ടാക്കുന്നത്, എന്നിട്ട് ജമീലാക്കാന്ന് പഠിപ്പിക്കുക, അതാണ് ഡ്യൂട്ടി. അതായത് നല്ല ഉരുട്ടിയിട്ടുണ്ട ടയർ 10 ഉണ്ടല്ലോ, നോമ്പാ ഇനി വരുവാൻ പോകുന്നത്. ടയർ 10 ഒന്ന് 3-4 എണ്ണം തിന്നാണ്ട് നോമ്പിനെല്ലാം എന്തെന്നാ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത് നല്ലോണം പഠിപ്പിക്കുന്ന ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ക്ലാസ്, അത് നിങ്ങൾക്ക് പിന്നെ എൻ്റെ അറിയാം ഫീസായിട്ട് ലേശം സ്നേഹം തരും. ഈ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ പൈസ എല്ലാം കിട്ടിയിട്ട് എന്തിനാ അല്ലേ, സ്നേഹം കിട്ടാത്ത പോലെ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും കേട്ടോ അല്ലേ. ജമീലാന ഇത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ചില്ലറ റിസ്ക് ഒന്നും അല്ല. അപ്പോൾ നല്ല റിസ്ക്കുള്ള പണിയാണത്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കഴിയുമോ എന്നുള്ള അതും അറിയല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ വിചാരിച്ചിട്ട് നടന്നിക്കില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആളെ നിയോഗിക്കാം അല്ലേ ഇല്ലേറ്റാ. എല്ലാവരും ടയർ 10 ഉള്ളിക്കറിയോ എൻ്റെ ആരാ ഇനി എങ്ങി പോവാനാ, എനിക്ക് എങ്ങി പോവാനാണോ? അപ്പോൾ വേഗം നോക്കട്ടെ, ഇത് കാര്യമായിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് ഓരോ ദിവസം നമ്മളെ ചാനലിലൊരു വീഡിയോ ഇടണമെങ്കിൽ ഒരാഴ്ച വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ്. കുറച്ചായിട്ട് ഞാൻ ഇന്നലെ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തീനല്ല, കുറച്ച് ക്ലിപ്പ്. ഇത് വേറൊരു ദിവസമാണ് ഈ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാലിപ്പോൾ ഞാനിതൊരു ട്രൈപ്പോഡെല്ലാം എടുത്തിട്ട് ബാക്കിലൊരു പാറക്കുളം ഉണ്ടല്ലോ, അടുത്തേക്ക് പോകുന്ന ഞങ്ങൾ കാണുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടി നടത്തുന്നുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ്. ഇതെന്താ ഈ മീൻ മുറിച്ച തൂളിയല്ല ഇവിടെ ആക്കി വെച്ചിക്ക്. മീനിൻ്റെ തൂളിയൊക്കെ ആടെ ഇങ്ങനൊരു ആടാക്കി വെച്ച എന്താ മുറ്റത്ത് തന്നെ തൂളി മാത്രം, അതിൻ്റെ വേസ്റ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ ഇതുണ്ടാവുമല്ലോ, തൂളിക്ക് എന്നാ ഇവിടെ പറയാ, നാട്ടിലെന്നാ പറയാന്നൊന്നും തിരിയല്ല. ആ പൂച്ച വന്നിട്ട് ബാക്കിയുള്ളതായിരിക്കും. എന്നാൽ ഇനി എന്താക്കുക? അല്ലല്ല അതിനപ്പുറം പോവുക. ഇനി എന്നാക്കുന്ന പ്ലേറ്റ് വെക്കുക, പ്ലേറ്റ് വെക്കുന്ന. അപ്പോൾ ഗൈസ് മിന്നു രാവിലെ തന്നെ പ്ലേറ്റൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി വെക്കുക. നമ്മളിന്ന് കഞ്ഞിയാ, മോന് കഞ്ഞിയാണ്. അപ്പം ഞാളും ലേശം കഞ്ഞി കുടിച്ചാലോ എന്നുണ്ട്. ഇന്ന് ജമീലാത്ത ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടത്തേക്ക് പോവുകയാണ്, ഒരു ട്രൈപ്പോഡ് കൊടുത്ത്. അവിടുന്ന് ഞാൻ ഇതിന് പറഞ്ഞ നമ്മളൊരു മീറ്റപ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേനോ, അത് അതിൻ്റെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് 40 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള പെണ്ണുങ്ങൾക്കും ഒരു 45 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആണുങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു 75-80 വരെ ആണുങ്ങളും പെണ്ണുങ്ങളും വരും. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കല്യാണത്തിന് വേണ്ടിയുള്ളൊരു മീറ്റപ്പാണ്. അത് കോഴിക്കോട് വെച്ചാണ് നടത്തുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തോ കേട്ടോ. രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപയാണ് വരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ലേശം എന്തെങ്കിലും തരേണ്ടി വരും, അത് വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. ബ്രോക്കറായിപ്പോയില്ലേ, ബ്രോക്കർ ജീവിതമാണല്ലോ. അപ്പോൾ ഒരു കോഴിക്കോട് ഒരു സ്ഥലത്ത് വെച്ച് ഡയറക്റ്റ് ഒരു മീറ്റപ്പ് എന്നുള്ളൊരു പരിപാടി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ നമ്മുടെ എത്രയോ കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. ശരിക്കും അറിയാം നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത ഇവിടുന്നേനു, ഓർമ്മയുണ്ടോ? നമ്മൾ യൂട്യൂബിൽ വന്നപാട് ഇവിടുന്നേനു എടുത്ത.
നല്ലൊരു അത് പിടിച്ചൊന്നുമില്ല. ആരും ഇവിടെ ക്ലീൻ അവിടെയൊക്കെ കുറച്ച് വെട്ടി കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ക്ലിപ്പ് എടുക്കാം. മുതൽക്കൂട്ട് തന്നെയാണല്ലേ ഈ പാറക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് ഇന്നെന്നാ തിന്നുന്ന കുടിക്കുന്നതെന്നൊക്കെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെയാണല്ലോ. എന്തെന്നായി തിന്നുവിടുന്നത്, എന്നാ കുടിക്കുന്നത്, എന്തെന്നാന്നൊക്കെ ഉള്ള ഇങ്ങനെ ഇടുക, അതാണല്ലോ ഫാമിലി വ്ളോഗ്. പുരയിലെത്തിയിട്ട് ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഇതൊന്നും എടുക്കട്ടെ. ഒരിളം വെയിൽ കണ്ട, ഇളം വെയിലടിച്ചിട്ട് നല്ലൊരു സ്വർണ്ണ കളറാക്കി അല്ലേ. ഇതിൽ കുറേ പരൽമീനുകളെല്ലാം ഇങ്ങനെ തിത്തിത്തൈ പാടി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പൊസിഷൻ നേനു കേട്ടോ വീഡിയോ എടുത്ത് നിങ്ങൾ ഇതാ ഇവിടുന്ന്. ഇപ്പം വെയിലായിപ്പോയി, ഇനി നമ്മൾ പോവുക. ഇപ്പം പുരയിലോ ഇല്ല തിന്നാനൊന്നും ഒന്നും ആക്കിക്കൊന്നും ഇല്ല. ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞിങ്ങനെ നടന്നാൽ അതെന്തേ നടക്കുമോ എമീൽ ചെങ്ങൾ പറ. ചെറിയോനൊരു ഉത്തരവാദിത്വം ഇല്ല. പുരയിൽ ആദ്യം ഒരു ചെറിയ പൈതലുള്ളതല്ല, അതിനൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തൊരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടന്നോന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മിന്നും അവിടെ അതിന് കഞ്ഞിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ പോകുന്നതിന് മുമ്പിട്ട് ഇതങ്ങ് എടുത്തിയാ നമ്മളെ ചോറല്ല ഇത്. അപ്പോൾ അതങ്ങ് എടുത്തിയാ. ഇനിയിപ്പോൾ പുരക്ക് പോയിട്ട് എന്തെങ്കിലും ഈ രണ്ട് പൊറാട്ടയാറ്റം വാങ്ങുക. കറിയാടുണ്ട് എന്നോള് പറഞ്ഞിക്ക്, അതൊന്ന് ചൂടാക്കാം. ഉച്ചക്കേക്കാണ് ഇന്നലെ വെച്ച നല്ല ബിരിഞ്ചിയല്ല മറ്റേ കഫ്സ മോഡലൊരു ചോറുണ്ട്, അത് ചൂടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം അങ്ങനെ അങ്ങ് ആയല്ലോ. പിന്നെ രാത്രി ഇപ്പം ഞാനൊന്നും കഴിക്കലില്ല. മിന്നുവാണെങ്കിൽ ഓളും എന്തെല്ലോ തിന്ന് കിടക്കലാണ്. എനിക്കിട്ടാ കിളി കരയനടാ. അതെന്നാ കിളി കരയനെ? കിളിക്കുമ്പോൾ ആരെ ചോറിട്ട് കൊടുത്തീനു. അപ്പോൾ ചോറ് തിന്നാ കിളി. ആരാ നോക്ക്, അങ്ങോട്ട് നോക്ക്. ആടാ കരയനെ, അങ്ങോട്ട് നോക്ക്. ആടാ നോക്ക്, ഇനി നോക്കടാ. അപ്പോൾ ഗൈസ്, എമ്മിക്കുട്ടെ എണീച്ചിട്ടുണ്ട്. എമ്മിക്കുട്ടന് കഞ്ഞി കൊടുക്കാൻ പോവുകയാണ്, കഞ്ഞി വെച്ചാൻ പോവുകയാണ്. എമ്മിക്കുട്ടൻ കഞ്ഞി വെച്ചാണ്. ഞാൻ എവിടെയും പോകുന്നില്ല കേട്ടോ. ഒന്ന് ബാങ്കിൽ പോയി നോക്കണം. ഒരു അക്കൗണ്ട് എടുത്തിട്ട് റെഡി ആയിക്കില്ല. വേറെ പരിപാടിയൊന്നുമില്ല. കോഴിക്കോടൊന്ന് KLF പോയാലോ എന്നുണ്ട്. നല്ല തിരക്കായിരിക്കും, വണ്ടി വെക്കുവാനാവുക. നമ്മൾ വണ്ടി ഒന്ന് കഴുകുകയും വേണം. അതൊക്കെ ഇന്നത്തെ പരിപാടി. എൻ്റെ ആടാ ഒമ്പടോ ഒരു ഉമ്മരാ ഒരാവുക തരുമോ? ഒരാവുക ഒന്ന് തരൂല, ഒന്ന് തരൂല. അതിൻ്റെ തരാത്തെ തരാത്തെ ഒരാവുക, ഒറ്റ ഒരാവുക. പിന്നെ ആവുക തരാണ്ട് വരൂല. ഒരാവുക ഒന്ന് കിളീനെ നോക്കുക കേട്ടോ. ഒരാടാ പൊന്നോ, അതിൻ്റെ പൊന്നാണ് ഇത്. എന്താ നിർബന്ധിച്ചങ്ങനെ ആവുമൊന്നും വാങ്ങാനാവില്ല കേട്ടോ. ഞങ്ങളങ്ങനെ തരുമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇതാ ഒരിറ്റ് കറി ഉണ്ട് ഇല്ല കഴിക്കുക അല്ലേ. ഞാൻ അത് ഇന്നും 2 പൊറാട്ടയും വാങ്ങിക്കും. ഈ ആയിരിക്കണ്ട, ഞാനെന്തോ നല്ല വാങ്ങി തിന്നിട്ട് ഞാൻ ചെറുപയറും പൊറാട്ടയാണ് തിന്നത്. എന്താ ഇതാ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ. ഗ്യാസ് ചിലവാണ്ടെടുക്കുക, നമ്മൾ കെറ്റില്ല വെള്ളം ചായക്ക് പതിപ്പിക്കുന്നത്. അതുകൊണ്ടാ കെറ്റില്ല ചൂട് കിട്ടുമോ? എൻ്റെ എമിക്കുട്ടൻ എന്നാ ഇങ്ങനെ നോക്കുന്നേ? എമിക്കുട്ടാ എമിക്കുട്ടന് പൊരാറ്റയും കയ്യും വെക്കണോ? എനിക്ക് പൊരാറ്റ ആവനോ? പൊരാറ്റ ആവനോടാ? നീ പൊരാറ്റ അച്ചിക്കറി തിന്നോ? തിന്നോ? നീ തിന്നുന്നുണ്ടോ? ഡബേ കഞ്ഞി വെച്ചോ. വെച്ചടാ. അപ്പൊ ഗൈസ് കൊച്ചുകൂടി വെച്ചോ. ഇങ്ങനെ എന്താ? ഞാനങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ലേശം ഒന്ന് ഇത് പിന്നെ ഒരു പാട്ട കഞ്ഞി വന്നിട്ട് ഇത് നിങ്ങൾ കുടിപ്പിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുടിക്കാൻ
അരപ്പാകത്തി കഞ്ഞി തന്നിട്ട് അത് വേഗം വലിച്ചു കുടിച്ചാ മോനെ കുടിച്ചെന്ന് അറിയാലോ. നല്ല സ്ഥലം കുഞ്ഞിനെ നമ്മൾ കുടിപ്പിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ആകുകയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വാലിക്ക് നമ്മൾ കേൾക്കണ്ടേ. അപ്പൊ വാപ്പി അങ്ങ് ഉച്ചതാ, ഭാവിയോ ഒരിക്കുന്നില്ല. എന്താ നിങ്ങളെ വയറല്ലെന്ന് അറിയാം. എന്റെ വയറ് നിറഞ്ഞാൽ അവനെ ഇതാ വയറുമല്ല ഇങ്ങനെ ഇരുത്തുവാനാവും. ഒച്ചു വെച്ചാല് ഒച്ചു വെച്ചാലാ. കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നു കഞ്ഞി കുടിപ്പിക്കാനാക്കി. ഓന്റെ ഒപ്പനെ കഞ്ഞി കുടിപ്പിക്കാനാക്കിയപ്പോ ഒക്കെ കഞ്ഞി ആയാലും പായസം എന്ത് കൊടുത്താലും അപ്പ അങ്ങ് വേഗം കുടിച്ചു തീർത്താളും. എന്തേ വാപ്പ കുടിച്ച് തീർക്കുന്നല്ല, ഗതിയില്ലേറ്റാ. ഇല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടാൻ നിങ്ങൾ കുഞ്ഞനൊന്നും കൊടുക്കുവാനും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതാ ഇതാ 24 മണിക്കൂർ ഞാൻ തന്നെ കുഞ്ഞനെ നോക്കുകയും വേണം, ഒരു കഞ്ഞിയും കുടിക്കുക. എന്തെല്ലാം ഈ ഭർത്താക്കന്മാർ കേൾക്കണ്ടേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ലേശം കൊടുക്കുക, ബാക്കി നമ്മളങ്ങ് ഊച്ചുക ഇല്ലേരാ. അങ്ങനെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കുഞ്ഞിനെ പിച്ചോ, കഞ്ഞി ആൾ കൊടുത്തു കഴിഞ്ഞ്, കഞ്ഞി തീർത്തു ആള് കുടിച്ചിട്ട് ഇല്ല. അങ്ങനെ പിച്ചോലേ പിച്ചിക്കോ. ആരാ ഉച്ചേ? സത്യം പറഞ്ഞു നോക്ക്, ആരാ ഉച്ച കഞ്ഞി? വാപ്പി ഉച്ചിക്കോ? വാപ്പി ഉച്ചയില്ലല്ലോ, മോനല്ലേ ഉച്ചേ? വാപ്പി ഒരു 2 ഇത് കുച്ചിട്ടല്ലോ.